മോളെ ആ എന്തിട്ടില്ല ചേട്ടാ? ചെമ്മീനുണ്ടായിരുന്നു, അയില ഉണ്ടായിരുന്നു. ചെമ്മീൻ മേടിച്ചാൽ. അതെ. ആ വലിയ മീനുള്ള അയില മേടിക്കാൻ നന്നായി. കൂർക്ക. കൂർക്ക കിട്ടി. ഇന്നലെ പായം കൊണ്ടുപോയി ഒരു മഴ വഞ്ചിയിലിട്ട് വെക്കുണ്ടായിരുന്നു. എന്തായാലും ചെമ്മീൻ കിട്ടിയത് നന്നായി. കൊറേ നാളായി കൂർക്കയും ചെമ്മീനിട്ട് വെക്കണം വിചാരിക്കുന്നു. കൂർക്ക പിന്നെ എന്തിട്ട് വെച്ചാൽ നല്ല രുചിയാണ്. രാജൻ ഇരിക്കും, ഞാനൊന്ന് മൂടി വെക്കട്ടെ. കട്ടൻ ചായ പിടിച്ചിട്ട് പോവാ. കടവത്തെ ആൾക്കാര് പുറുക്കുണ്ടായില്ല രാജേട്ടാ. രാജേട്ടൻ തെങ്ങും കെട്ടിപ്പിടിച്ചിക്കിടുന്ന, തെങ്ങിന്റെ അടുത്ത് കിടക്കുന്ന എന്താണ് സംഭവം? പറയണ്ട മോളെ, അബദ്ധം പറ്റിപ്പോയി. അബദ്ധമൊക്കെ ഞാൻ അറിഞ്ഞു. ആരാണ് കൊട്ടയൊക്കെ ആയിട്ട് വരുന്നു? സൂചിച്ചാ എന്താണ് കൊട്ടയില് എന്താണ്ടൊക്കെ ഉണ്ടല്ലോ. ഒരാഴ്ച ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന. ഇനി വല്ല തെങ്ങുമ്മ കയറാനുള്ള പരിപാടി ഉണ്ടാ? ഇനി ഇതറിയാൻ ആരെങ്കിലും ബാക്കിയുണ്ട് ഈ നാട്ടില്? ഏതൊരു സാധനം എന്നറിയാണ്ട് വലിച്ചേറ്റുമ്പേ ആലോചിക്കണം. കൊട്ടയില് വീട്ടിലുണ്ടായാണ് പച്ചക്കറി. മുരിങ്ങപ്പൂവൊക്കെ ഉണ്ടല്ലോ. ഇരിക്കും സൂചേട്ടാ, ഞാൻ എന്തേലും അങ്ങോട്ട് വെക്കട്ടെ. എന്നിട്ട് കുടിക്കാൻ കട്ടൻ ചായ തന്നെ മതിയാ? കട്ടൻ ചായ വേണ്ടാണ്, കഞ്ഞി ആയെങ്കിൽ തിരി കഞ്ഞെള്ളം കൊടുത്തോ. കഞ്ഞെല്ലാം ആക്കണെന്തിനാ? കഞ്ഞി എടുക്കാല? വേണ്ട, കഞ്ഞെള്ളം തന്നെ മതി. പിന്നെ എന്താണ് രാജേട്ട വിശേഷങ്ങളൊക്കെ? പണിയൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ പണിയായിട്ട് നടന്നാൽ മതിയാ? വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മളെ നാട്ടിലെല്ലാവരും കാണണ്ടേ? അത് ശരിയാണ്. എപ്പോഴും പുഞ്ചപ്പാടത്തും പറമ്പിലായി നടന്നാ പോരല്ല. ഇങ്ങനെ ഒരാളുണ്ട് നാട്ടിലെ ആൾക്കാർ അറിയട്ടെ. നിങ്ങളോട് ഓർത്താനും പറഞ്ഞിരിക്കും. ഞാൻ ആ ചെമ്മീൻ നന്നാക്കട്ടെ, അല്ലെങ്കിൽ അതിരുന്ന് ചെയ്യും. ശരി ശരി. എടുത്തോണ്ട്
പച്ചക്കറി കൊണ്ട് വന്നപ്പോ ഇങ്ങനെ ഒരു ഊണ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. സാധാരണ രാജേണ്ണൻ ഉണ്ടാവാറ് നമ്പത്തിൽ ഉത്സവമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിണ്ടാവും. ചായപ്പൊടിയെ പോയി ചായ കുടിക്കും. പിന്നെ രാജനങ്ങോട്ട് പോയി. Baba